സുഹൃത്തുക്കളെ ഓൾറെഡി ക്ഷണിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കമ്മിറ്റിയുടെ അംഗീകരിച്ച സ്ഥിതിക്ക് നമുക്ക് നന്ദി പറയുന്നതിനായിട്ട് അംഗീകരിച്ചിട്ട് കൈയടിച്ച് പാസ്സാക്കാൻ നമ്മൾ കൈയടിച്ചു അടുത്ത ആശംസയിലേക്ക് പോയി. കൈയടിച്ച് പാസ്സാക്കാൻ താല്പര്യമില്ലാത്ത കുറെ ആൾക്കാർ കൂടി ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പോസ്റ്റർ അടിച്ച് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് സാജുവിൽ വെച്ചിട്ട് പരിപാടി നടക്കുന്നുണ്ട്. സ്വാഗതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഘാടന സമിതി രൂപീകരണം വെള്ളക്കാശായിട്ട് എഴുതി വെച്ചിട്ട് ഓൾറെഡി രൂപീകരിച്ചൊരു കമ്മിറ്റി പേപ്പറൊന്നും വായിക്കാനാണ് നിങ്ങളാണ് കമ്മിറ്റി ഉണ്ടാക്കിയ കുവാസ് സ്റ്റുഡിയോക്കാണ് തീരുമാനിക്കണമെന്നാണ് താങ്കളോട് പറഞ്ഞത്. എന്നാൽ കുവാസ് സ്റ്റുഡിയോ തീരുമാനിച്ച താങ്കൾ പറയണം, ഈ രണ്ട് വ്യക്തികൾ സാദിഖ് താജുദ്ദീൻ എന്ന വ്യക്തി എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റിയിൽ വന്നത് എന്ന് പറയണം. അത് പറയാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ കമ്മിറ്റി മുന്നോട്ടുകൊണ്ടുവരുന്നത്? നിങ്ങൾ പറ, എന്ത് അടിസ്ഥാനമാണ്, എന്ത് യോഗ്യതയാണ്? നിങ്ങൾ ആലോചിച്ചോളൂ. നീ ഒരു കോളേജിന്റെ ആർട്സ് സെക്കിന്റെ പേരും ഇത് ഇഗ്നോർ ചെയ്തിട്ടില്ല. ഇതെവിടുത്തെ നിങ്ങളാണ് കമ്മിറ്റി ഉണ്ടാക്കിയ കുവാസ് സ്റ്റുഡിയോക്കാണ് തീരുമാനിക്കണമെന്നാണ് താങ്കളോട് പറഞ്ഞത്. എന്നാൽ കുവാസ് സ്റ്റുഡിയോ തീരുമാനിച്ച താങ്കൾ പറയണം, ഈ രണ്ട് വ്യക്തികൾ സാദിഖ് താജുദ്ദീൻ എന്ന വ്യക്തി എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റിയിൽ വന്നത് എന്ന് പറയണം. അത് പറയാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ കമ്മിറ്റി മുന്നോട്ടുകൊണ്ടുവരുന്നത്? നിങ്ങൾ പറ, എന്ത് അടിസ്ഥാനമാണ്, എന്ത് യോഗ്യതയാണ്? നിങ്ങൾ ആലോചിച്ചോളൂ. നീ ഒരു കോളേജിന്റെ ആർട്സ് സെക്കിന്റെ പേരും ഇത് ഇഗ്നോർ ചെയ്തിട്ടില്ല. രണ്ടാൾക്കാരെ പിടിച്ചിട്ടില്ല. ഇതെവിടുത്തെ ആരാണ് എന്നൊരു ഡൗട്ട് പാർട്ടി സംശയം ചോദിച്ചൂടെ? ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാം, നമ്മുടെ ഈ കലോത്സവം വളരെ നന്നായിട്ടും ഭംഗിയായിട്ടും നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യോഗം വിളിച്ചു ചേർത്തത്. അതിൽ പലതര അധ്വാനത്തിലുണ്ടെങ്കിലും നമ്മൾ ഈ പരിപാടികൾ എത്രയും നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതിൽ തന്നെ ചില പാളിച്ചകൾ ഉണ്ടായിട്ടിരിക്കാം, ചില പാളിച്ചകൾ എപ്പോഴും ഉണ്ടാവും. നമ്മുടെ എല്ലാം മുഴുവൻ ആൾക്കാരും അംഗീകരിച്ചുകൊണ്ട് ഒരു പരിപാടി
ക്ഷമിക്കാതെ ഒരു കാര്യങ്ങൾ പറയാം. ഈ പ്രോഗ്രാം നടത്തുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിലും ആരോഗ്യ സർവകലാശാലയുടെ യൂണിയനാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അല്ല, ഞാൻ ഈ വ്യക്തികൾ ആരൊക്കെയാണോ എന്താണെന്ന് നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത്. ഈ 300 വ്യക്തികളെയും നേരിട്ട് അറിയപ്പെടുന്നതോ ഒന്നുമല്ല. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, മെഡിക്കൽ കോളേജ് എന്നുള്ളത് കൊണ്ട് ഞങ്ങളാണ് ഈ പ്രോഗ്രാം മുഴുവൻ നടത്തുന്നത് എന്നുള്ള ധാരണ ആർക്കും ഇല്ല. ഈ കോളേജിൽ ഇത് നടത്തുന്നത് ആരോഗ്യ സർവകലാശാലയാണ്. ആരോഗ്യ സർവകലാശാല യൂണിയനാണ്. ഇതിന്റെ പരമാധികാരം, അതിന്റെ മൊത്തം ഉത്തരവാദിത്വം ഈ കോളേജ് യൂണിയനല്ല, കോളേജ് യൂണിവേഴ്സിറ്റി യൂണിയനാണ്. യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്തുന്ന ഒരു പ്രോഗ്രാം നമ്മുടെ ക്യാമ്പസിൽ വെച്ച് എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. അതിന് നമ്മൾക്ക് എത്രത്തോളം സഹകരിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സഹകരിക്കാൻ പറ്റില്ല. ഒരു നിമിഷം please. ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ. ഇപ്പം എന്റെ പേരാണ് മുഹമ്മദ് സാദി, ഇത് പി താജുദ്ദീൻ. ഇവിടെ രണ്ടുപേരുണ്ട്. ഞാൻ ആരാണെന്നാണ് ചോദിച്ചത്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അക്കാഡമിക് കൗൺസിൽ മെമ്പറാണ്, ഇലക്ടർ മെമ്പർ. അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയുടെ എലക്ടഡ് ആയിട്ടുള്ള സിൻഡിക്കേറ്റ് മെമ്പറാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് എല്ലാ സർവകലാശാലകളും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. കോഴിക്കോടിന്റെ ആതിഥേയ മര്യാദ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നതാണ്. ഞാൻ കോഴിക്കോട് വെച്ച് സ്കൂൾ കലോത്സവം പലതവണ കണ്ട ഒരാളാണ്, മത്സരിച്ച ആളാണ്. കോഴിക്കോട് സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ അതിന്റെ സംഘാടക സമിതിയിൽ എല്ലാവരും ഈ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾ മാത്രമല്ല, എല്ലാവരും ചേർന്നാണ് കോഴിക്കോട് ഇന്റർപോളി കലോത്സവം നടക്കുമ്പോൾ, ഇന്റർ IT കലോത്സവം നടക്കുമ്പോൾ, കാലിക്കറ്റ് സർവകലാശാല ഇന്റർപോൾ കലോത്സവം നടക്കുമ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും അതിന്റെ ഭാഗമാകാറുണ്ട്. ഇവിടെ മന്ത്രിമാരുണ്ട്, MLA-മാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, യുവജന കമ്മീഷന്റെ അംഗമുണ്ട്, വ്യത്യസ്ത ക്യാമ്പസുകളിലെ പ്രിൻസിപ്പൽമാരുണ്ട്, സെനറ്റ് മെമ്പർമാരുണ്ട്. അതേപോലെ ഞങ്ങൾ ആരും ഓട് വിളിച്ചു വന്നതല്ല. ഈ സർവകലാശാലയുടെ ജനറൽ സെക്രട്ടറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ എന്നുള്ള ക്ഷണിച്ചാണ് ഞങ്ങൾ ക്ഷണിച്ചു വന്ന ഞങ്ങളെ ഈ വേദിയിൽ വെച്ച് അപമാനിതരാക്കി. ഞങ്ങൾ ആരാണ് എന്ന് ചോദിച്ച ചോദ്യത്തിന് മുമ്പുള്ള ഉത്തരമാണ് ഇവിടെയുള്ള ഈ വിദ്യാർത്ഥികളുടെ കയ്യടി. ആ കയ്യടി ഞങ്ങൾ സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സർവകലാശാല കലോത്സവത്തെ വിജയിപ്പിക്കാൻ കോഴിക്കോട്ട് തെരുവിലൂടെ നടക്കുന്ന, കോഴിക്കോട് പഠിക്കുന്ന ഈ കോഴിക്കോട്ടെ ജനസാമാന്യത്തിന്റെ ഭാഗമായ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.